ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. അരിപ്പൊടി വെച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇതുവരെ പാലപ്പം തയ്യാറാക്കിയിട്ട് ശരിയാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കോളൂ. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു റെസിപ്പി കിട്ടുന്നതിന് മുൻപ് ഞാൻ ഒരുപാട് പ്രാവശ്യം അരിപ്പൊടി വെച്ചിട്ട് പാലപ്പം തയ്യാറാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. മാവൊക്കെ നല്ല ഫെർമെൻ്റായിട്ട് കിട്ടും, പക്ഷേ അപ്പം തയ്യാറാക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അപ്പമായിട്ട് വരില്ല. എന്താ ദോശ തയ്യാറാക്കാമെന്ന് വിചാരിച്ചാൽ ആ ദോശയുടെ പരുവത്തിലും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം മാറ്റി ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി കിട്ടിയത്. ഇത് പക്കാ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാനിതിൽ ചേർത്തിട്ടുള്ള അളവുകളെല്ലാം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. നമ്മൾ തയ്യാറാക്കുന്ന മുഴുവൻ മാവിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അരിപ്പൊടി വെച്ചിട്ടുള്ള പാലപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 200 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോറാണ്. നമ്മളിപ്പം അളന്നെടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെള്ള ചോറാണ് ഉള്ളതെങ്കിൽ അത് എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ കുത്തരി ചോറാണുള്ളത്, അതുകൊണ്ടാണ് കുത്തരി ചോറ് എടുത്തിട്ടുള്ളത്. ഏത് ചോറായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. പഴയ ഈസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം ശരിയായിട്ട് കിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല എങ്കിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരല്പം പഞ്ചസാര ഇട്ടിട്ട് ഈസ്റ്റും കൂടി ചേർത്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് ഉപയോഗിച്ചാലും മതിയാവും. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇത്രത്തോളം പഞ്ചസാര താല്പര്യമില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് നാളികേരം ചിരകിയത് ചേർക്കുന്നില്ല. ഞാൻ പല പ്രാവശ്യം നാളികേരം ചിരകിയത് ചേർത്തിട്ട് എനിക്ക് അപ്പം ശരിയായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനതിലേക്ക് ഒരു 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കിനി നാളികേര പാൽ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു 1/2 കപ്പ് നാളികേര പാൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ നാളികേര പാലാണ് ചേർക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് എടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് നാളികേര പാലും 2 കപ്പ് വെള്ളവും ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഞാനിതിൽ അരയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ സാധാരണ ഇതിൽ നാളികേരം ചിരകി ചേർക്കാറില്ല. പകരം ഇതുപോലെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കാറ്. ഇപ്പോൾ ഒരു 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 1/2 മുതൽ 3/4 ടീസ്പൂണിനടുത്താണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിതിൽ വെള്ളം ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെ ഒരു വറവൊക്കെ അനുസരിച്ചിട്ടൊക്കെ വെള്ളത്തിൻ്റെ അളവൊക്കെ ചെറുതായിട്ട് വ്യത്യാസം വരും. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി നോക്കി. പിന്നെ വീണ്ടും 1 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതുവരെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ നാളികേരപ്പാൽ ഒഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ നാളികേരപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഞാനതിലേക്ക് നാളികേരപ്പാൽ ചേർക്കുന്നില്ല, വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 2.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് 2 പ്രാവശ്യമായിട്ടോ അതല്ലെങ്കിൽ മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഒരൊറ്റ പ്രാവശ്യമായിട്ടോ നമുക്കിത് അരച്ചെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന ഒരു ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഞാൻ ബാക്കിയുള്ള മാവും കൂടി ഒന്ന് അരച്ചൊഴിക്കുന്നുണ്ട്. ഒരുമിച്ച് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യവും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അരയ്ക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 1 മിനിറ്റെങ്കിലും ചുരുങ്ങിയതൊന്ന് അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ നന്നായിട്ട്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് സമയം നന്നായിട്ട് അരച്ചെടുക്കുമ്പോഴാണ് ആ മാവ് നല്ല പതഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ നേരത്ത് 1 മിനിറ്റ് സമയം നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ബൗളിലേക്ക് ഒഴിച്ച മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് അരച്ചത് കൊണ്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. നിങ്ങൾ ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചവരാണെങ്കിൽ ഇങ്ങനെ ഇളക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്കിതിൽ കറക്റ്റ് വെള്ളം തന്നെയാണ് വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ജാറ് ചുറ്റിച്ച് വെള്ളം വേറെ ഒഴിച്ചിട്ടില്ല. കറക്റ്റ് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വയ്ക്കാം. നമ്മൾ ഈസ്റ്റൊക്കെ അല്പം ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ നേരെ വെളുത്ത ഉടനെ തന്നെ ഒരു 5-6 മണി നേരത്തൊക്കെ നമ്മളൊന്ന് അരച്ച് വെക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ മാവ് നമുക്ക് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. കുറേ സമയം എടുക്കുകയൊന്നുമില്ല, പെട്ടെന്ന് തന്നെയാവും. അപ്പോൾ അത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മാവൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പൊക്കെ ചേർത്താണ് ചെയ്തിട്ടുള്ളത്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം. നിങ്ങളിത് മാവ് അരയ്ക്കാൻ നേരത്ത് വെള്ളം കൂടിപ്പോയി മാവ് ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി തിക്കാക്കി എടുത്താൽ മതി കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ നേരത്ത് വെള്ളം കൂടി ഒന്ന് ലൂസായി പോവുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇച്ചിരി അരിപ്പൊടി ചേർത്ത് ഒന്ന് വീണ്ടും ഒന്നും കൂടി അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പം നമ്മൾ ഇതൊന്ന് അപ്പം തയ്യാറാക്കി എടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് അപ്പച്ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് ഇതുപോലെ വെക്കാം. നിറയെ ഹോൾസൊക്കെ വന്ന് ഇതുപോലെ വരുമ്പോൾ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു അപ്പം വേവിച്ചെടുക്കുന്നത്. ഏകദേശം 1 മിനിറ്റിന് താഴെ സമയമാണ് നമുക്ക് ഒരു അപ്പം തയ്യാറാവാനായിട്ട് വേണ്ടി വരിക കേട്ടോ. നിങ്ങൾക്ക് ഈ സൈഡൊക്കെ നന്നായിട്ട് മൊരിയണമെങ്കിൽ ഇതുപോലെ തുറന്ന് കുറച്ച് സമയം കൂടി വെച്ച് കഴിഞ്ഞാൽ ആ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള അപ്പം എല്ലാം തന്നെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന അരിപ്പൊടി വെച്ചിട്ടുള്ള അപ്പമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് അതൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക് യു. ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാണ്ട് തന്നെ അപ്പം തയ്യാറാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കണം. അതുപോലെ തന്നെ പച്ചരിയും മറ്റ് ചേരുവകളെല്ലാം ഒരുമിച്ച് കുതിർത്ത് വെച്ച് അരി അരച്ച് ഉടനെ തന്നെ അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോയും ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ സാധാരണ ആ ഒരു രീതിയിലാണ്, പച്ചരി വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിലാണ് ചെയ്യാറ്, അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഒന്ന് കയറി കാണാവുന്നതാണ്. താങ്ക് യു.